ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. ആദ്യം പനിയായിട്ട് 5 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടായിന്. അഡ്മിറ്റായി 2 ദിവസം കഴിയുമ്പോൾ നല്ല ബോറടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞെടുത്തതാണ് കേട്ടോ ഈ വ്ളോഗ്. അപ്പോൾ ഇനി ഹോസ്പിറ്റൽ വിശേഷങ്ങൾ കാണാം. ഫസ്റ്റത്തെ ഇഞ്ചക്ഷൻ എനിക്ക് ഒട്ടും ഭയങ്കര പേടിയുണ്ടായി. അപ്പം പിന്നെ കൈ പെടുന്നില്ല. എനിക്ക് അവരുടെ കുറച്ച് ആളെല്ലാം എൻ്റെ കൈ നേരെ പിടിച്ചു ഇഞ്ചക്ഷൻ വെച്ചു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് അത്രക്കൊന്നും ബ്ലഡ് ടെസ്റ്റ് ഒട്ടും വേദനയില്ലാത്ത ഉപകരിച്ചിട്ടുണ്ട്. വേദന അമ്മ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ സെക്കൻഡ് ബ്ലഡ് ടെസ്റ്റ് ഭയങ്കര വേദന. അഡ്മിറ്റായ ആദ്യത്തെ 2 ദിവസം നല്ല പനിയുണ്ടായിന്. പിന്നെ അത് കുറഞ്ഞു. ബ്ലഡിൽ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിന്. അപ്പോൾ 5 ദിവസമാണ് അഡ്മിറ്റ് ആക്കിയത്. 2 ദിവസം കഴിയുമ്പോൾ ആൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ബോറടിക്കുന്നു പറഞ്ഞ് അങ്ങനെ വ്ളോഗ് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞു. എന്നെ ഒരേ ഒരു ദിവസം ഉണ്ട് പോവാൻ. അപ്പോൾ എൻ്റെ പനിയെല്ലാം മാറി. എന്നെ നമുക്ക് പല്ലേക്കാം. ഞാൻ കണ്ടിട്ട് അപ്പോൾ ഇത് രാവിലെ ആദ്യം എണീച്ച് പല്ലെല്ലാം തേച്ച് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അമ്മ അത് കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോറടിക്കുന്നതുകൊണ്ട് ഇതാ ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം എന്നാണ് പറയുന്നത്. രാവിലെ 9 മണിക്കാണ് കേട്ടോ ഡോക്ടർ റൗണ്ട്സിന് വരലുള്ളത്. അത് കഴിഞ്ഞ് ഇത് ആദ്യം കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതായിട്ടും ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പനി ആയതുകൊണ്ട് കുറേ ദിവസമായിട്ട് കഞ്ഞിയെല്ലാം കുടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഓക്കെ ആയതുകൊണ്ട് തന്നെ അമ്മ ഇതാ ചിക്കൻ കറിയും ഇടിയപ്പം പിന്നെ പത്തൽ എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. അമ്മമ്മ ഹോർലിക്സ് കഴിച്ചു വിട്ടിട്ടുണ്ട്. ഞാനത് കുടിക്കട്ടാ. അല്ലേ ഗൈസ്, പനി വന്നെങ്കിൽ നമ്മൾ ഹോർലിക്സ് കുടിക്കാം. എന്താ ഡോക്ടർ വന്നില്ലേ? ഡോക്ടർ വന്നു പോയി. എന്താ കട്ടാക്കിയത്? ഡോക്ടർ വന്നിട്ട് പോയി. ഡോക്ടർ പോലും വന്നിട്ട് ഞാൻ പറഞ്ഞ അത് അപ്പുറത്തെ റൂമിലിട്ട് നമ്മളെ റൂമിന്റെ ഇപ്പുറത്ത് ആ റൂം കഴിഞ്ഞിട്ട് നമ്മളെ റൂമിലോട്ട് വരുമെന്നാ പറഞ്ഞത്. അത് ഡോക്ടർ അല്ല, നേഴ്സ്. ഡോക്ടർ പറഞ്ഞത് സുഖായെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സുഖായി. പിന്നെ അവിടെ അമ്മമ്മ പോയാ? നല്ല ടിക്കറ്റ് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ഫുഡ് ഓൾറെഡി കഴിച്ചു. അതെ, ഫുഡ് ഓൾറെഡി കഴിച്ചതാ. പത്തലും ചിക്കൻ കറി. ഈ റൂമിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റൂമിൽ ആദിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ബേബി ഉണ്ട്, പക്ഷെ അവിടെ കാണിക്കാൻ പറ്റില്ല.
കുഞ്ഞു കളിക്കണം. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതാ എൻ്റെ ഫ്രണ്ട് അച്ചു വന്നിട്ടുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. പനിയാന്ന് വരണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ, എന്നാലും വന്നിട്ടുണ്ട്. ആദ്യം അച്ചു കൊണ്ടുവന്ന സാധനത്തിൽ ഇതാ എൻ്റെ ഫേവറേറ്റ് നെയ്ക്കേക്കും കൂടി ഉണ്ടായിന്. അങ്ങനെ അച്ചു കുറച്ച് സമയം വർത്താനം പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ആദ്യം കുറച്ച് സമയം ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ഇതാ മാമനും വന്നിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇത് അമ്മ ചക്കവശ കൊടുത്തു വിട്ടിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഇത് ആദ്യം പാട്ടും കേട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ രാത്രി ഫുഡും കഴിച്ച് നമ്മൾ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉറങ്ങുന്ന സമയമാണ്. നമുക്ക് ഉറങ്ങാം. പിന്നെ ഇത് ഡിസ്ചാർജ് ചെയ്യുന്ന അന്നാണ് എടുത്തത്. രാവിലെ തന്നെ ആദ്യം ഇതാ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി വന്നതാണ് കേട്ടോ. രാവിലെ ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞതാണ് ഡോക്ടർ. പിന്നെ എല്ലാം കഴിഞ്ഞത് ഉച്ചയായിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. വേദന കുറഞ്ഞ ഓക്കെ അല്ലേ കുഞ്ഞു? ചിരിച്ച ചിരിക്ക്. ഗൈസ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് അഡ്മിറ്റ്. ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആവും. അതുകൊണ്ട് ഇന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ വെക്കേഷനിലൊക്കെ ഇനി അതുകൊണ്ട് നമുക്ക് നേരം വീട്ടിൽ പോകാം. അപ്പോൾ അമ്മ ഇതാ രാവിലെ തന്നെ വെള്ളയപ്പം ചിക്കൻ കറിയെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞാന്നിട്ട് ആദ്യത്തെ ഫ്രണ്ട് നമ്മളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. കാസർഗോഡ് യുണൈറ്റഡ് ആണ് കേട്ടോ ഇത്. ഹോസ്പിറ്റൽ വിശേഷങ്ങൾ ഇതെല്ലാം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.